റിലീജിയസ് ബേസ്ഡോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രഡീഷൻ ബേസ്ഡോ ഒരു വ്യത്യാസമോ കാര്യങ്ങളൊന്നും ഇതുവരെ നമുക്ക് ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ അതിൻ്റെതായിട്ടുള്ള കുറച്ച് വാല്യൂസ്, അതിൻ്റെതായിട്ടുള്ള കുറച്ച് ട്രഡീഷൻസ് ഉണ്ട്. അത് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യും. അതിന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പോ കാര്യങ്ങളോ അല്ല. എന്തെന്നെ ആയിക്കോട്ടെ, നമുക്കിവിടെ കിട്ടുന്ന എഡ്യൂക്കേഷൻ കാര്യങ്ങൾ അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിൽക്കണേ. ട്രഡീഷൻസ് നമ്മൾ ഫോളോ ചെയ്യാതെ നമ്മളെ കൺട്രീൻ്റെ ഭാഗമാണ്. 2 വർഷം ഇവിടെ തന്നെയാണ് പഠിച്ചത്. ഇതുവരെ ദോഷം, ഞങ്ങളെ മതത്തിനനുസരിച്ചിട്ടുള്ള ഒരു ദോഷം ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ മതം പഠിപ്പിക്കേണ്ടത് അവനെൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിൽ ഞാൻ പഠിക്കുന്നത് എന്താണോ അതെൻ്റെ മോൾക്കും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് നമ്മളാണ് വീട്ടിൽ നിന്നാണ് പഠിപ്പിക്കേണ്ടത്. മതം ഇത് സ്കൂളല്ലേ, ഇത് സ്കൂളിൽ വിദ്യാഭ്യാസം കൊടുക്കൽ അത് സ്കൂളിൻ്റെ കടമയാണ്. അത് അവർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങളതായിട്ടുള്ള മദ്രസ പഠനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ ആക്കിയത്. പിന്നെ ഇങ്ങനെ പൂജകളും എല്ലാം ഉണ്ടാവും. പിന്നെ നമ്മളെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ പഠിപ്പിച്ചവരെ കണ്ടാൽ നമ്മളൊന്ന് ആദരിക്കൂലേ, അത്രേ ഇവിടെ നടന്നിട്ടുള്ളൂ. അതിപ്പോൾ കുട്ടികളും പറയാം, എല്ലാ പ്രാർത്ഥനയും ഒറ്റയടിക്ക് പറയും. ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടോ അല്ല, ഇവിടുന്ന് കേട്ട് പഠിക്കണതാണ്. അത് അവളുടെ മനസ്സിൽ കയറി. അത് എല്ലാ മതം നമ്മൾ പഠിക്കണം. എല്ലാം പഠിച്ചിട്ട് അതിനനുസരിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതിൽ എന്താണ് അവർക്ക് തോന്നുന്നത് അത് പഠിക്കുക. ഇത്രയധികം വ്യാജ പ്രചരണങ്ങൾ സമൂഹത്തിലുണ്ടായിട്ട് ഒരു പാരന്റ് പോലും ഞങ്ങളെ ചോദ്യം ചെയ്യുകയോ ഞങ്ങളോട് പ്രതിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം എന്താണ്, അവർക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഇതാണ് നടക്കുന്നത്. ഇത് അവരുടെ കുട്ടികൾക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് അവരുടെ കുട്ടികളെ ഈ വിദ്യാലയത്തിൽ ചേർത്തിട്ടുള്ളത്.